ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിംസ് ഫേവറേറ്റ്സ്. ഒരു അടിപൊളി ക്രാഫ്റ്റുമായിട്ടാണ് ഇന്ന് വന്നേക്കുന്നത്. ഒരു ബർത്ത്ഡേ പാർട്ടി കഴിഞ്ഞിട്ട് വീട്ടിൽ ഒരുപാട് ബലൂൺസ് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നും അത്യാവശ്യം കുറച്ച് എയറൊക്കെ പോയ ബലൂണാണ് ഞാനിന്നിവിടെ ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് പേപ്പർ പീസസ് ആണ്. ഞാനൊരു പഴയ നോട്ട്ബുക്കിലെ പേപ്പർ പീസസ് ആണ് എടുത്തിരിക്കുന്നത്. ന്യൂസ് പേപ്പർ എടുക്കാം. ന്യൂസ് പേപ്പർ ആകുമ്പോൾ കുറച്ച് കട്ടി കുറവായിരിക്കും. എനിക്ക് അത്യാവശ്യം ഇത്തിരി കട്ടിയിൽ വേണം. അതുകൊണ്ടാണ് ഞാൻ നോട്ട്ബുക്കിലെ പേപ്പർ തന്നെ എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ബലൂണിന് മുകളിലായിട്ട് നല്ലതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു പേപ്പർ പീസസ് ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, സാധാരണ നമ്മൾ ഒരുപാട് വീഡിയോ കണ്ടിട്ടുണ്ട്, പേപ്പർ കട്ടിങ്സ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ട് അവസാനം ആ ഒരു ബലൂൺ നമ്മളൊന്ന് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് ബലൂണിനുള്ളിൽ നിന്നെടുക്കുമ്പോൾ ഈ ഒരു ബൗള് പോലെ ഈ ഒരു സംഭവം നിൽക്കുന്നത്. പക്ഷേ അതല്ല ഞാനിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക, എങ്കിൽ മാത്രമേ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് മനസ്സിലാവുള്ളൂ. ഇത് ഇത്തിരി ക്ഷമ വേണ്ട പരിപാടിയാണ്. കാരണം നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഇത് ഒട്ടിച്ച് കൊടുക്കുമ്പോൾ ശരിക്കും നിൽക്കൊന്നുമില്ല. നമ്മളെ കയ്യിൽ ഒരുപാട് ഗ്ലൂ ആവുകയും ചെയ്യും, നമ്മുടെ കയ്യിലും കുറേ ഒട്ടിപ്പിടിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം കൂടി ഇതിലത് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം പേപ്പർ ബലൂണിന് മുകളിൽ ഒട്ടി നിൽക്കണം, അതാണ് ഇപ്പോൾ വേണ്ടത്. അതിപ്പം വെള്ളം കൊണ്ടായാലും കുഴപ്പമില്ല, ഗ്ലൂ കൊണ്ടായാലും കുഴപ്പമില്ല. അതുകൊണ്ട് ഞാൻ ഗ്ലൂവും വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ട് നല്ലതുപോലെ പേപ്പറിന് മുകളിലും താഴെയൊക്കെ ആയിട്ട് പിടിപ്പിച്ച് കൊടുക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഒട്ടിക്കിട്ടും. അടുത്തതാണ് നമ്മുടെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ഈ ഒരു പിസ്ത ഷെല്ലാണ്. കുറേ നാളായിട്ട് എൻ്റെ കയ്യിൽ കിടക്കുകയാണ് ഈ പിസ്ത ഷെല്ല്. അപ്പോൾ ഏത് ചെയ്യണം എന്ന് ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ അവിടെ വെച്ചതാണ്. അപ്പോൾ ഈ ഒരു പിസ്ത ഷെല്ലാണ് ഇനി നമുക്ക് വേണ്ടത്. ഇനി ഈ ഒരു പിസ്ത ഷെല്ല് നമുക്ക് ഈ ബലൂണിന് മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. അതിനായിട്ട് യൂസ് ചെയ്യുന്നത് സാധാരണ ഗ്ലൂ അല്ല, നമ്മുടെ ഗ്ലൂ ഗണ്ണാണ്. ഗ്ലൂ ഗണ്ണ് ഡയറക്റ്റ് നമ്മൾ ബലൂൺസിന് മുകളിൽ അടിക്കുമ്പം ബലൂൺ എന്തായാലും പൊട്ടിപ്പോകും. കാരണം ഗ്ലൂ ഗണ്ണിന് നല്ല ചൂടുണ്ടാവും, അതുകൊണ്ട് ബലൂൺ പൊട്ടിപ്പോവും. അതുകൊണ്ടാണ് ആദ്യം തന്നെ കുറച്ച് കട്ടിയുള്ള പേപ്പർ വെച്ച് ഒട്ടിച്ചത്. ഓക്കെ, ഇനി നമ്മൾ ഗ്ലൂ ഗണ്ണ് വച്ചൊട്ടിക്കുമ്പം ബലൂണിന് യാതൊരു കുഴപ്പവും സംഭവിക്കില്ല. ഇനി നമുക്ക് ഈ ഒരു പിസ്ത ഷെല്ല് കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഈ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് എയർ പോയ ബലൂൺ എടുത്തത്. കുറച്ച് വലുപ്പമുള്ള ബലൂൺ ആകുമ്പോൾ കുറച്ചധികം പാടുപെടേണ്ടി വരും. കംപ്ലീറ്റ് ആയിട്ടും പിസ്ത ഷെല്ല് ഒട്ടിച്ച് വരുമ്പോഴത്തേക്കും നമ്മളൊരു വഴിക്കാവും. അത് ഇനി വേണ്ടത് ഈ ഒരു ഗ്യാപ്പ് വരുന്ന ഭാഗത്തൊക്കെ നമ്മുടെ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്യണം. നമ്മുടെ പിസ്ത ഷെല്ല് നല്ലപോലെ ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ പിസ്ത ഷെല്ല് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. കംപ്ലീറ്റ് ബലൂൺ ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. മുകളിൽ കുറച്ച് ഭാഗം നമുക്ക് ഒഴിവാക്കി വിടണം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ പിസ്ത ഷെല്ലിന് മുകളിലായിട്ട് നമ്മൾ കളർ ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഞാനൊരു സ്പോഞ്ച് എടുത്തിട്ടുണ്ട്. സ്പോഞ്ച് കളറിലൊന്ന് മുക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത്രമാത്രം മതി. ഇനി നമ്മൾ ഇതുപോലൊരു മൂടി എടുക്കണം, അതായത് ഒരടപ്പെടുക്കണം. കാരണം നമ്മുടെ ബലൂണ് ഇങ്ങനെ തന്നെ നിൽക്കില്ല. കാരണം ഇതൊരു ഷേപ്പ്ലെസ് ആണ്. ഇപ്പോൾ സർക്കിൾ ഷേപ്പ് ആയാൽ തന്നെ ഇത് നിൽക്കാൻ ഇത്തിരി പാടാണ്. അപ്പോൾ അതൊന്ന് സ്റ്റാൻഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഗ്രിപ്പിന് വേണ്ടിയിട്ട് ഒരു അടപ്പെടുത്ത് ഇതിൻ്റെ അടിയിലൊന്ന് വച്ച് പിടിപ്പിക്കണം. എങ്കിൽ മാത്രമേ അതൊന്ന് സ്റ്റാൻഡ് ചെയ്ത് വെക്കാൻ വേണ്ടി കഴിയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു അടപ്പിന് മുകളിൽ ഗ്ലൂ ഗണ്ണ് വച്ചിട്ട് നമുക്ക് ഈ ഒരു ബലൂൺ ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഏകദേശം അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ലാസ്റ്റ് ചെയ്യേണ്ടത് ഈ ഒരു ബലൂണൊന്ന് പൊട്ടിച്ചു കൊടുക്കുകയാണ്. ബലൂൺ പൊട്ടിച്ചിട്ട് നമുക്ക് ആ ബലൂണ് ഇങ്ങനെ എടുക്കുകയൊന്നും വേണ്ട. ബലൂൺ അവിടെ തന്നെ കിടന്നോട്ടെ. ബലൂണിൻ്റെ ആ ഒരു മുകളിലത്തെ ഭാഗം മാത്രം ഒന്ന് കട്ട് ചെയ്തെടുക്കുക മാത്രമാണ് ചെയ്യേണ്ടത്. ഓക്കെ, ബലൂൺ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ മുകളിലെ ഭാഗം കുറച്ചൊന്ന് ഫിനിഷിങ് ആവാത്ത പോലെ ഉണ്ടാവും. ആ ഭാഗങ്ങളിലൊക്കെ നമ്മൾ ഒന്നുകൂടെ പിസ്ത ഷെല്ല് ഒട്ടിച്ചു കൊടുത്ത് കളർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പോട്ട് ഇവിടെ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്.
ഇപ്പോൾ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് കുട്ടികൾക്ക് ഒരുപാട് ഫ്രീ ടൈം ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കുട്ടികളെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക. അവർക്കും ഒത്തിരി ഇഷ്ടമൊക്കെ ആയിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവരെയും ഇത്രയും സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ, കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഐറ്റം നിങ്ങളെല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. കാരണം ഒരു ബർത്ത്ഡേ പാർട്ടി കഴിഞ്ഞാൽ തന്നെ ഒരുപാട് ബലൂൺ ബാക്കിയുണ്ടാവും. ഇപ്പോഴും എൻ്റെ കയ്യിൽ ഒരുപാട് ബലൂണുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. കുറേ കുട്ടികൾ സേഫ്റ്റി പിന്നെ വെച്ച് കുത്തി പൊട്ടിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അങ്ങനെ വെറുതെ വേസ്റ്റ് ചെയ്ത് കളയേണ്ടെന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു ഐറ്റം ഉണ്ടാക്കിയത്. ഇനിയും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്